നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഛത്തീസ്ഗഡിലെ ബസ്തർ ഏരിയയിലുള്ള കാൻകഡ് വില്ലേജിലെ കലാപ തുല്യമായ ചില അന്തരീക്ഷങ്ങളാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം കാൻകഡ് വില്ലേജിലെ ഒരു സർപഞ്ചിൻ്റെ പിതാവ് മരിച്ചു. സർപഞ്ച് ഈ കുടുംബം വർഷങ്ങളായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലുള്ള കുടുംബമാണ്. എന്നാൽ ആ പിതാവിൻ്റെ ശവസംസ്കാരവുമായുള്ള ബന്ധത്തിൽ വലിയ വിവാദങ്ങളുണ്ടായി. അതായത് അവരുടെ തന്നെ പ്രോപ്പർട്ടിയിലാണ് ഈ ശവം സംസ്കരിച്ചത് ക്രിസ്തീയ വിശ്വാസത്തിനനുസരിച്ച്. എന്നാൽ ബജറംഗ് ദൾ ഇങ്ങനെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ ഉള്ള ആചാരപ്രകാരം അടക്കുവാൻ കഴിയില്ല, എങ്ങനെയാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി അടക്കുന്നത്, അപ്രകാരമുള്ള ആചാരങ്ങളിൽ അടക്കണമെന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയായി. അത് വലിയൊരു കലാപതുല്യമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആസാദിയുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് ഇട്ടു തന്നു. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു വലിയ വേദന അത് ആസാദിയുടെ പ്രേക്ഷകനുമായിട്ട് പങ്കുവെക്കുകയാണ്. അതായത് ഈ വീഡിയോയിൽ ഞാൻ കാണുന്നത് രണ്ട് ചേരി തിരിഞ്ഞ് ആളുകൾ തമ്മിൽ തല്ലുന്നതാണ്. ഒരു ഭാഗത്ത് ബജറംഗ് ദളിൻ്റെ ആളുകളും മറുഭാഗത്ത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഭീം ആർമി ഒരു ഭാഗത്തും മറുഭാഗത്ത് ബജറംഗ് ദളും രണ്ടായി ചേരി തിരിഞ്ഞ് പൊരിഞ്ഞ അടി നടക്കുകയാണ്. ഈ കുറുവടിയൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. CRPF ഭടന്മാർ അതിൻ്റെ ഇടയ്ക്ക് തടസ്സം പിടിക്കുവാൻ, കാര്യങ്ങൾ ശാന്തമാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അടിയേറ്റ് പലരും വഴിയിൽ വീണ് കിടക്കുന്ന കാഴ്ച നമുക്കവിടെ കാണാം. ഈ CRPF പട്ടാളക്കാർ തന്നെ ഈ ആളുകളെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട്, ഇവരെ ക്രിസ്ത്യാനികളാണോ അതോ ബജറംഗ് ദൾ ആളുകളാണോ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് ഓരോ ആളുകളോടും ചോദിക്കുകയാണ്, നിങ്ങൾ മസീഹാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണോ അതോ നിങ്ങൾ ഈ ബജറംഗ് ദളിൻ്റെ ആളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കൂട്ടപ്പൊരിച്ചിലാണ്, ആരാണെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തല്ലുന്ന ഒരു അവസ്ഥയാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു പ്രശ്നമുണ്ടാകുന്നു, ആ പ്രശ്നത്തിൽ ഭീം ആർമി ഇടപെടുന്നു, ഭീം ആർമി സപ്പോർട്ട് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതായത് കണ്ടോ, ഭീം ആർമിക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു, നമുക്ക് സപ്പോർട്ടിന് ആളുണ്ട്, അടിച്ചാൽ തിരിച്ചടിക്കാൻ ശക്തിയുള്ള ആരൊക്കെയോ നമ്മുടെ കൂടെയുണ്ട് എന്നൊക്കെ ഒരു സന്തോഷമൊക്കെ തോന്നുകയും ആ രീതിയിലുള്ള ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹമൊക്കെയാണ് തോന്നാറുള്ളത്. അങ്ങനെ ഒരു ടൈറ്റിലോടെ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ ആ വീഡിയോയ്ക്ക് വലിയ കയ്യടി കിട്ടുമെന്നും എനിക്കറിയാം. കാരണം ഭീം ആർമി ഇറങ്ങിയിരിക്കുന്നു ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യാൻ, ഇനി അങ്ങനെ പെട്ടെന്ന് അടിക്കാനൊന്നും പറ്റുകയില്ല എന്ന തരത്തിലുള്ള വീഡിയോകൾക്ക് നല്ലൊരു പിന്തുണയൊക്കെ കിട്ടുവാനിടയായിത്തീരും. പക്ഷേ എനിക്കങ്ങനെ ചെയ്യുവാൻ കഴിയുന്നില്ല. എന്നെ വിഷമിപ്പിച്ചത് ക്രിസ്ത്യാനികൾക്ക് സപ്പോർട്ട് കിട്ടി എന്നുള്ളതിലല്ല എനിക്ക് വിഷമമുണ്ടായത്. ഒരു ഭാഗത്ത് ഭീം ആർമിയും മറുഭാഗത്ത് ബജറംഗ് ദൾ അങ്ങനെ കൂട്ടയടി നടക്കുകയാണ്. എനിക്ക് സങ്കടമുണ്ടാക്കിയത്, ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഇന്ത്യ, നമ്മൾ ജനിച്ചു വളർന്ന ഇന്ത്യ ഇങ്ങനൊരു ഇന്ത്യ ആയിരുന്നില്ല. ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ, ആശയങ്ങളുടെ പേരിൽ തമ്മിലടിച്ച് തീരാനുള്ളതല്ല എൻ്റെ രാജ്യമെന്ന ബോധ്യം. ഈ രാജ്യത്തെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട്, ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ സമാധാനമുണ്ടാകണം. നമ്മുടെ അയൽ രാജ്യമാകുന്ന ബംഗ്ലാദേശിൽ നടക്കുന്നത് പോലെയോ അപ്പുറത്ത് പാകിസ്ഥാനിൽ മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യമുണ്ടാക്കിയിട്ട് കുട്ടിച്ചോറായതുപോലെയോ ഒന്നും നമ്മുടെ രാജ്യമാകരുത് എന്ന വലിയ ആഗ്രഹമുള്ള, ഈ രാജ്യത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രാജ്യത്തെ രണ്ട് വിഭാഗത്തിലുള്ള ജനങ്ങൾ തമ്മിലടിക്കുന്നത് കാണുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തലകീറിച്ചാകുന്നത് കാണുമ്പോൾ എൻ്റെ രാജ്യത്തിൻ്റെ ഭാവി എന്താണെന്നൊരു വലിയ ആശങ്ക എൻ്റെ ഉള്ളിൽ നിറയുകയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്നാൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതും സത്യമാണ്. ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നത് നല്ലതല്ലേ എന്നും ചോദ്യമുണ്ടാകാം. ഇതെല്ലാം ശരിയായ ചോദ്യങ്ങളാണ്. പക്ഷേ അങ്ങനെയുള്ള സപ്പോർട്ടുകൾ കിട്ടുമ്പോൾ തന്നെ അത് രണ്ട് ചേരിയായി തിരിഞ്ഞ് തമ്മിൽ തല്ലി ചാകുവാനുള്ള ഒരു മുഖാന്തരമാകുമ്പോൾ അതിൽ സന്തോഷിക്കുവാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കഴിയില്ല. എൻ്റെ ഹൃദയത്തിൽ ഇത്രയും വേദന ഉണ്ടെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ, ഭരണകൂടത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ അവരൊരു സത്യം തിരിച്ചറിയണം. ജനത്തെ ഇങ്ങനെ തമ്മിൽ തല്ലിച്ചുകൊണ്ടൊന്നും നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ നമുക്ക് കഴിയില്ല. ഇത്തരം കാട്ടാളത്തം, ഇത്തരം ക്രൂരതകൾ നമ്മളെല്ലാവരും നിർത്തൽ ചെയ്തേ മതിയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ആസ്ട്രേലിയയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത്, ഇസ്ലാം മതത്തിൻ്റെ അകത്തുണ്ടാകുന്ന അത്തരം തീവ്രമായ ആശയങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ മാത്രം അകത്തല്ല, മറ്റ് എല്ലാ മതങ്ങൾക്കകത്തും തീവ്ര ആശയങ്ങളുള്ള ഹൈന്ദവ മത ചിന്തകൾ, തീവ്ര ആശയങ്ങളുള്ള ക്രിസ്ത്യാനിറ്റി, തീവ്ര ആശയങ്ങളുള്ള ബൗദ്ധമത ആശയങ്ങൾ. നമുക്കറിയാമല്ലോ, ബൗദ്ധമതക്കാരും അങ്ങ് നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തീവ്രമായ ആശയങ്ങളോട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം തെറ്റായിട്ടുള്ളതാണ്, മാനവരാശിയുടെ ഭാവിക്ക് ക്ഷീണമുള്ള കാര്യങ്ങളാണ്.
ആശങ്കകൾ നിറഞ്ഞതാണ്. അപ്പോൾ ഇത്തരമുള്ള തമ്മിൽ തല്ലുകളൊക്കെ നമ്മൾ നിർത്തൽ ചെയ്യണം. ഭീമാർമി പോലെയുള്ളൊരു സംഘടന അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ശരിക്കും ഇതൊരു വലിയ മുന്നറിയിപ്പാണ്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ഭരിക്കുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ തമ്മിലടിച്ച് നമ്മുടെ അയൽരാജ്യങ്ങളൊക്കെ, നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മളെ നോക്കി ചിരിക്കത്തക്കോണം പരിഹാസമാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഭീമാർമി നമുക്കറിയാം, ഈ ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ സംഘടനയാണ്, രാവൺ എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ സംഘടനയാണ്. ഈ ഭീമാർമിയാണ് ഇപ്പം ശക്തമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പല ഭാഗത്തും ക്രിസ്തീയ വിശ്വാസികൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് വരുന്നത്. അതിന് കാരണം നമുക്കറിയാം, ഭീമാർമി BR അംബേദ്കറിൻ്റെ അനുയായികൾ, അദ്ദേഹത്തെ ദൈവത്തെ പോലും പൂജിക്കുന്ന ആളുകളുടെയൊക്കെ സംഘടനയാണ് ഭീം എന്ന അംബേദ്കറിൻ്റെ വിളിപ്പേര്. അപ്പോൾ ഭീമിൻ്റെ ആർമി, അതായത് ദളിത് വിഭാഗക്കാരുടെ, SC/ST മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ഇവരെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് അംബേദ്കർ എന്ന് പറയുമ്പോൾ. അംബേദ്കർ ഈ പറഞ്ഞ അവശ വിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. ഞാൻ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലെ പല ഈ ട്രൈബൽ വീടുകളിലും ചെല്ലുമ്പോൾ, SC/ST ആളുകളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ, ദളിതരായ ആളുകളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരിൽ നല്ലൊരു പങ്കും ബുദ്ധമതക്കാരാണ്. ബുദ്ധൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അംബേദ്കറിൻ്റെയും ചിത്രം വെച്ച് പൂജിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ ദളിതർ. ഇന്ത്യയിലെ ദളിതരുടെ ഹൃദയത്തിൽ, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് ഈ BR അംബേദ്കർ എന്നുള്ള വികാരം. ആ വികാരത്തെ ഒന്നും അത്ര എളുപ്പം എടുത്തു മാറ്റാൻ പറ്റത്തില്ല. മൻരേഖയിൽ നിന്ന് മഹാത്മാഗാന്ധിയെ ഇറക്കി വിടാനൊക്കെ പറ്റി, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് അംബേദ്കറിനെ ചവിട്ടി പുറത്താക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പക്ഷേ അതൊന്നും ഈ ദളിതർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഭീം ആർമി എന്ന ഒരു സേന, ചന്ദ്രശേഖർ ആസാദിൻ്റെ സേനയാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻസിന് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഭാഗത്ത് ജയ് ഭീം വിളികളാണ് മുഴങ്ങുന്നത്, മറുഭാഗത്ത് മറ്റ് മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ, നമ്മൾ കേട്ട് തഴമ്പിച്ച മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ, ഇന്ന് നോർത്ത് ഇന്ത്യയിൽ 2 മുദ്രാവാക്യങ്ങൾ ഏറ്റുമുട്ടുകയാണ്. ഒരു ഭാഗത്ത് ജയ് ഭീമും മറുഭാഗത്ത് ഈ ഹിന്ദുത്വ വിശ്വാസങ്ങളുടെ മുദ്രാവാക്യങ്ങളും അത് തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇത് മനസ്സിലാക്കണം. ഇങ്ങനെ ഏറ്റുമുട്ടലിന് കാരണമായി തീർന്നത് ഈ ക്രിസ്ത്യൻസ്, ഈ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും ട്രൈബലായിട്ടുള്ള ആളുകളാണ് ക്രിസ്ത്യൻസായിട്ട് മാറിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ ഭീം ആർമിക്കൊന്നും പ്രശ്നമല്ല. കാരണം ദളിതരുടെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, വർഷങ്ങളായിട്ട്, നാളുകളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഇവർ അടിച്ചമർത്തപ്പെട്ടവരാണ്. ഇവരൊരു സ്വാതന്ത്ര്യം കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറിവായി, വിദ്യാഭ്യാസമായി പണ്ടത്തെ പോലൊന്നും അവരെ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ വിശ്വാസത്തിലേക്ക്, ഏതെങ്കിലുമൊക്കെ പുരോഗമനപരമാകുന്ന ചിന്തയിലേക്ക് മാറുമ്പോൾ അത് അവരുടെ ആ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യാനികളായാലും കുഴപ്പമൊന്നുമില്ല, അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് കയറിപ്പോകുന്നു. അതുകൊണ്ട് അവരെ ചങ്ങലക്കിട്ട, അവരെ ഒതുക്കി നിർത്തിയ ചിന്തകളിൽ നിന്ന്, ആശയങ്ങളിൽ നിന്ന് അവർ വിമോചനം പ്രാപിക്കുന്നു എന്ന ആശയമാണ് പൊതുവിൽ ഈ പറഞ്ഞ അംബേദ്കറിനെ പിൻപറ്റുന്ന ഈ ദളിത് സംഘടനകൾക്കൊക്കെ അകത്തുള്ളത്. അതുകൊണ്ട് ഈ ആരെങ്കിലും ട്രൈബലായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളാകുന്ന അവർക്ക് വലിയ പ്രശ്നമാകുന്നില്ല. മറിച്ച് അതവരുടെ സ്വാതന്ത്ര്യം പോലാണ് അവർ കാണുന്നത്. ഇവിടെ ചരിത്രപരമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ അംബേദ്കർ ഇന്ത്യയിൽ ഒരു സമയത്ത് മനുസ്മൃതിയൊക്കെ കത്തിച്ച് മതം മാറിയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് ലക്ഷക്കണക്കിന് അംബേദ്കറിൻ്റെ അനുയായികൾ ഒന്നിച്ചു ചേർന്ന് ബുദ്ധമതം സ്വീകരിച്ച ഒരു സംഭവമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ചരിത്രം അറിയാമായിരിക്കാം. ആ ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുമ്പേ അംബേദ്കറിൻ്റെ ആദ്യത്തെ ചിന്ത കൂട്ടമായിട്ട് ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിതൊരു വിവാദമായിട്ട് തോന്നാം, എന്നാൽ അതായിരുന്നു അതിൻ്റെ സത്യം. കൂട്ടമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അംബേദ്കറും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമൊക്കെ അന്ന്, അനുയായികളുമൊക്കെ അന്ന് ശ്രമിച്ചത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിക്കകത്ത് അംബേദ്കറിന് ക്രിസ്ത്യാനിറ്റിയുടെ ആശയങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനിറ്റിക്കകത്തെ ചില വിശ്വാസങ്ങൾ അംബേദ്കറിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട്, മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുസവുമായിട്ടൊക്കെ ബുദ്ധിസത്തിന് വലിയ സാമ്യമുള്ളത് കൊണ്ടാണ് അവസാനം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ബുദ്ധിസം തിരഞ്ഞെടുത്തത്. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ബുദ്ധമതം സ്വീകരിച്ചത്. മാത്രമല്ല അവർ മനുസ്മൃതിയൊക്കെ കത്തിച്ച ഒരു സംഭവമൊക്കെയുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ അംബേദ്കറിൻ്റെ പിൻഗാമികൾക്ക് വലിയ ഒരു ചതുർത്ഥിയുള്ള, അകറ്റി നിർത്തേണ്ട ഒന്നൊന്നുമല്ല. അതുകൊണ്ട് അവർക്കൊരു പ്രശ്നമല്ല ആരെങ്കിലുമൊക്കെ അവരുടെ ആളുകൾ ക്രിസ്ത്യാനിറ്റിയെ പിൻപറ്റുന്നത്. കാരണം അംബേദ്കർ തന്നെ ഒരു കാലത്ത് അങ്ങനെ ക്രിസ്ത്യാനിറ്റിയെ പിൻപറ്റുമെന്ന ഒരു ചിന്തയിലേക്ക് വന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ സംസാരമുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ അംബേദ്കർ കണ്ട വലിയ കുറവുകൾ, ക്രിസ്ത്യാനിറ്റിയിൽ ഈ പറഞ്ഞതുപോലെ ജാതി ഇല്ലെന്ന് പറയുന്നുവെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് വന്നവരെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ച അംബേദ്കറിന് ആ കാലത്ത് കണ്ടില്ല. മാത്രമല്ല ഈ കൊളോണിയലിസം, അന്നത്തെ നാഷണൽ മൂവ്മെൻറ്റൊക്കെ ഈ കൊളോണിയലിസത്തിനെതിരാണല്ലോ. അപ്പോൾ ക്രിസ്ത്യൻസാണ് കൂടുതൽ കോളനൈസ് ചെയ്യുന്നത്. അത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുവാൻ അദ്ദേഹത്തിൻ്റെ
മടി തോന്നുവാൻ രണ്ടാമത്തെ കാരണമായിരുന്നു. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ പ്രസംഗങ്ങളിൽ മിക്കവാറും നിത്യജീവനെക്കുറിച്ച്, ആഫ്റ്റർ ഡെത്ത് ലൈഫിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ പറയുന്നത്. അംബേദ്കറിന് അതൊരു പ്രശ്നമായിരുന്നു. കാരണം മരണത്തിന് ശേഷം കിട്ടുന്ന സുന്ദരമായ ജീവിതത്തേക്കാൾ അധികമായിട്ട് ഈ ഭൂമിയിൽ തൻ്റെ സമൂഹത്തിന് നീതി കിട്ടണം, ന്യായം കിട്ടണം. അപ്പോൾ ഭൂമിയിലെ ജീവിതമാണ് പ്രധാനമെന്ന്, ഇവിടെ ന്യായം കിട്ടാതെ അവിടെ കിട്ടിയിട്ടെന്താ എന്നൊരു ചിന്താഗതി അംബേദ്കറിനുണ്ടായിരുന്നത് കൊണ്ട് ക്രിസ്ത്യൻസ് എപ്പോഴും പഠിപ്പിക്കുന്ന ഇവിടെ അടിച്ചമർത്തപ്പെട്ടാലും, ഇവിടെ ത്യജിക്കപ്പെട്ടാലും, ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടാലും നിത്യജീവനിൽ നല്ലൊരു അവകാശമെന്നുള്ള ആ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ആ ഒരു ഉപദേശത്തെ അംബേദ്കറിന് ഉൾക്കൊള്ളുവാനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭീം ആർമി അല്ലെങ്കിൽ ഈ ജയ് ഭീം വിളിക്കുന്നവർക്ക് ക്രിസ്ത്യാനിറ്റി അവർക്ക് ചതുർത്ഥിയൊന്നുമല്ല, എതിരൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിമോചനമാണ്. വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് അടിച്ചു ഒതുക്കിയ സമൂഹം പുറത്തു വരാനുള്ള വെമ്പലിൻ്റെ ഭാഗമാണത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നാളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ഈ ഭീമാർമി പോലെയുള്ള സംഘടനകൾ ശക്തമായിട്ട് പുറത്തു വരികയും അവരുടെ തന്നെ ദളിത് സഹോദരന്മാർ, അതായത് ഒരുപക്ഷെ അവർ ക്രിസ്ത്യൻസ് ആയിരിക്കാം, ബുദ്ധമതക്കാരായിരിക്കാം, ആരുമാകട്ടെ, ദളിത് സഹോദരന്മാർ, അത് ക്രിസ്ത്യാനിയാണോ ബുദ്ധമതക്കാരനാണോ എന്നുള്ള വ്യത്യാസമൊന്നും അവർക്കില്ല. അവർ ജയ് ഭീം വിളിച്ചുകൊണ്ട് അവരെ പ്രതിരോധിക്കാൻ വരും, അവരെ എതിർക്കാൻ വരും. അതൊക്കെ ഇന്ത്യ എന്ന രാജ്യത്തെ രണ്ട് ചേരി തിരിഞ്ഞ് തമ്മിലടിക്കുന്ന വലിയ കലാപതുല്യമായ അന്തരീക്ഷത്തിന് കാരണമായി തീരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ഒന്നിച്ച് കണക്കെടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷമാണ്. ഈ അറിവുകളൊന്നുമില്ലാതെ ഭരണത്തിലിരിക്കുന്നവർ കേവലം കുറേ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, കുറേ നാളത്തെ വോട്ടിന് വേണ്ടി ഈ ജനത്തെ ഇങ്ങനെ തമ്മിലടിപ്പിക്കാനൊക്കെ ശ്രമിച്ചാൽ ഇന്ത്യ എന്ന രാജ്യം, അതിൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആശങ്കകൾ ഉണ്ടാകുന്നു. നമുക്കെല്ലാവർക്കും ആശങ്കകൾ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഭരണത്തിലിരിക്കുന്നവർക്ക് ആശങ്കകൾ ഉണ്ടാകാത്തതെന്ന് അത്ഭുതത്തോടുകൂടെ ഞാൻ ചിന്തിക്കുന്നു. നമുക്ക് വേണ്ടത് കലാപങ്ങളല്ല. എല്ലാവരും അവരുടെ വിശ്വാസങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവരെ അവർക്കിഷ്ടമുള്ളതുപോലെ അടക്കട്ടെന്ന്. വെറുതെ ഈ ശവം മാന്തിയെടുത്ത്, ഈ കഴിഞ്ഞ ദിവസം ആ മരിച്ച സർപ്പഞ്ചിൻ്റെ അപ്പൻ്റെ ശവം മാന്തിയെടുത്തു, എന്നിട്ട് മറ്റൊരു ആചാരപ്രകാരം അടക്കാൻ എന്തിനായി ഈ പണിക്കൊക്കെ പോകുന്നത്? അവരവർക്ക് അവരുടെ വിശ്വാസമെന്ന് ചിന്തിച്ചാൽ പോരെ? എത്ര നാൾ ഇവരെയൊക്കെ അടിച്ചമർത്തുവാൻ കഴിയും? അവർക്കൊക്കെ വിദ്യാഭ്യാസമായി, അറിവായി അവരൊക്കെ എതിർക്കും. അങ്ങനെ എതിർക്കുന്നത് രാജ്യത്തിൻ്റെ ഐക്യതയ്ക്ക്, അഖണ്ഡതയ്ക്ക് നല്ലതല്ല. അതുകൊണ്ട് നമ്മുടെ ഭരണകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഇങ്ങനെയുള്ള അനീതികൾ, ഇങ്ങനെയുള്ള ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കണമെങ്കിൽ മാത്രമേ ബഹുസ്വരതയുള്ള ഒരു സമൂഹം ഒന്നിച്ച്, ഒരൊറ്റ രാജ്യം, അഖണ്ഡ ഭാരതം ഒന്നിച്ചു പോകുകയുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.